ഹായ്. നീറ്റ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളുടെ സംശയമാണ് NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീസെൻ്റ്ലി എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നീട് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ഈ 2 ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ 2 ഫോട്ടോയുടെയും താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും മെൻഷൻ ചെയ്യാം. റീസെൻ്റ്ലി എടുത്തതായിരിക്കണം, അപ്പോൾ റീസെൻ്റ് ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, അവിടെ പേരും ഡേറ്റും നിങ്ങൾ വെച്ചില്ല എന്ന് കരുതി റിജക്റ്റ് ആവില്ല. ക്ലോസിൽ അങ്ങനെ പേരും ഡേറ്റും വെക്കാൻ പറഞ്ഞിട്ടില്ല, എന്നാൽ സാമ്പിൾ ഫോട്ടോയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെക്കാൻ പേര്, ഇല്ലെങ്കിൽ വെക്കണ്ട. പക്ഷേ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. നാലാമത്തെ കാര്യം, നിങ്ങളുടെ 2 കൈയുടെയും വിരലുകൾ ഇൻക്ലൂഡിങ് തമ്പ്, ഈ 2 കൈയുടെയും 4 വിരലുകളും പ്ലസ് തമ്പും, അങ്ങനെ 10 വിരലിൻ്റെയും ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. അതൊന്നിച്ച് ഒരു ഷീറ്റിൽ വേണം, തമ്പ് വേറെ ഫിംഗർ വേറെ അങ്ങനെയല്ല. 10 പേരിലും കൂടെ ഒരു പേജിലെടുത്ത് നമ്മളത് ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ 4 സാധനങ്ങൾ മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി, വേറെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഈ 4 ഡോക്യുമെന്റ് കൂടാതെ 5ാമതൊരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും അതേപോലെ ഓവർസീസ് കാൻഡിഡേറ്റുകളുമാണ്. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, പ്രോസ്പെക്ടസിൻ്റെ എൻഡിൽ ഒരു അപ്പൻഡിക്സ് ആയിട്ട് ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യുക. അതൊരു വഴിയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, UDID കാർഡ് അപ്ലോഡ് ചെയ്യാം, അതായത് സ്വലമൻ കാർഡ് എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റാണ് അവർ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ ഓവർസീസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നോർമലി എല്ലാവരും 4 സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ല, 4 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. 2 ഫോട്ടോ, പാസ്പോർട്ടും പോസ്റ്റ് കാർഡും, അതേപോലെ സിഗ്നേച്ചർ, ഫിംഗർ, ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ 5ാമത് അവരുടെ ഡോക്യുമെന്റ് ഫിസിക്കൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഓവർസീസ് കാൻഡിഡേറ്റ് അവർക്ക് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റും. ഇതല്ലാതെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല, അക്കാര്യം മറക്കരുത്.